കഥയുടെ തുടക്കത്തിൽ ഒരു ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. ആ ഡോക്ടർ മീഡിയക്കാരെ എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ഇന്നത്തെ ദിവസം ഫുൾ മൂൺ വരാനായിട്ട് പോവാണ്, പക്ഷെ ആരും പുറത്തിറങ്ങാനായിട്ട് പാടില്ല. ഇന്നത്തെ ദിവസം ആരെങ്കിലും പുറത്തിറങ്ങി ആ ഒരു ചന്ദ്രപ്രകാശ് അവരുടെ ദേഹത്ത് തട്ടുവാണെങ്കിൽ അവർ വേറൊരു ജീവിയായിട്ട് മാറും എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് മീഡിയക്കാരോട് പറയുന്നുണ്ട്. അതെല്ലാ ജനങ്ങളും കാണുകയും ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ ഒരു കുടുംബത്തിനെയാണ് കാണിക്കുന്നത്. അതിനകത്തൊരു കുഞ്ഞു പെൺകുട്ടിയുണ്ട്. അതുപോലെ തന്നെ ആ നിൽക്കുന്ന സ്ത്രീയുടെ പേര് ലൂസി എന്നാണ്. പിന്നെ കൂടെ നിൽക്കുന്ന ആ ഒരു മനുഷ്യനില്ലേ, അങ്ങേരുടെ പേര് വെസ്ലി എന്നാണ്. നമ്മുടെ കഥയുടെ ഹീറോയുടെ ചേട്ടന്റെ ഭാര്യയും മോളുമാണ് ഈ നിൽക്കുന്നത്. ചേട്ടൻ ഒരു മിഷന് പോയപ്പോൾ മരണപ്പെട്ടു പോയി. ഒരു പട്ടാളക്കാരനായിരുന്നു. ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്, അത് ആഘോഷിക്കുകയാണ് എല്ലാരും കൂടെ കേക്കൊക്കെ മുറിച്ചിട്ടെ. പക്ഷെ നല്ല വിഷമമുണ്ട് അവർക്ക്. പിന്നീട് വെസ്ലി വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് ഒരു പലക എടുത്ത് ആണി തറയ്ക്കുന്നുണ്ട് അതിനകത്ത്. എന്നിട്ട് അതൊരു ട്രാപ്പായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വീടിന് ചുറ്റും വേറെ കുറെ ട്രാപ്പുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിന് ചുറ്റും പെപ്പർ സ്പ്രേ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറകൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു നെറ്റ് ഉണ്ട്, ഒരു ഇരുമ്പ് കമ്പി, വലിയൊരു മതില് പോലെ. അതിനകത്ത് കറണ്ട് കൊടുത്തിടുന്നുണ്ട്. അങ്ങനെ വെസ്ലി ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അപ്പുറത്ത് നിന്ന് വെടിശബ്ദം കേൾക്കുന്നത്. എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ അയൽക്കാരൻ ഒരു തോക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നതാണ്. വെടിവെക്കാൻ പാടില്ല, അപ്പുറത്തെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പിള്ളേരുണ്ടെന്ന് പറയുമ്പോൾ അങ്ങേര് കേൾക്കത്തില്ല. അയൽക്കാരൻ പറയും, ഇന്ന് രാത്രി കുറെ അധികം ജീവികൾ ഇറങ്ങും, അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞിട്ട് വെസ്ലിനെ മൈൻഡാക്കാതെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. വെസ്ലിക്ക് ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങേര് സ്വന്തം വീട്ടിൽ നിന്നല്ലേ വെടിവെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്, എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തന്നെ വെസ്ലി അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇതേ നേരം വീടിനുള്ളിൽ കാണിക്കുമ്പോൾ ലൂസി അകത്ത് നിൽക്കുമ്പോൾ വേറൊരു അയൽക്കാരി അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരുടെ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അയൽക്കാരി എന്തോ കഴിക്കാനായിട്ട് ഫുഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ അയൽക്കാരിയും അതുപോലെ തന്നെ ലൂസിയായിട്ട് നല്ല കൂട്ടാണ് കേട്ടോ. അയൽക്കാരിക്ക് അവിടെ നിന്ന് പോയതിനു ശേഷം വെസ്ലി അവിടെ തിരിച്ചു വരുന്നുണ്ട്. വെസ്ലി ആദ്യം തന്നെ വന്നിട്ട് ചേട്ടന്റെ മോളുടെ അടുത്തിരുന്നിട്ട്, ഇവിടെ നിന്ന് എനിക്ക് പോകാൻ സമയമായി, ഗവൺമെന്റിന്റെ കൂടെ ചേർന്ന് എനിക്കൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അങ്കിള് പോയിട്ട് പെട്ടെന്ന് വരാന്നൊക്കെ മോളോട് പറയുന്നുണ്ട്. മോൾക്കും അങ്കിളിനെ വിട്ടു പോകാനായിട്ട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ വെസ്ലിയോട് പോണ്ടെന്നാണ് മോള് പറയുന്നത്. പക്ഷെ വെസ്ലി എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മോളെ സമാധാനിപ്പിച്ച് പുറത്ത് ഹാളിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ തന്നെ ചേട്ടന്റെ ഒരുപാടധികം ഫോട്ടോ ഉണ്ട്. അതൊക്കെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും ലൂസി അങ്ങോട്ട് വരുന്നത്. വെസ്ലിയുടെ ഈ ഒരു വിഷമം കണ്ടിട്ട് ലൂസി അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്, അവനൊരു സയന്റിസ്റ്റ് ആണ് കേട്ടോ, അപ്പൊ ഇന്ന് നടക്കാൻ പോകുന്ന വിപ്ലവത്തിന് അവൻ കൂടെ പങ്കെടുക്കണം. എന്ത് വിപ്ലവമാണെന്നല്ലേ, അതിപ്പോ കുറച്ചുകൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് അവൻ കാറൊക്കെ എടുത്തിട്ട് ആ ഒരു പട്ടാള ക്യാമ്പിൽ ചെല്ലുന്നുണ്ട്. ഇതേ നേരം ലൂസി ആണെങ്കിൽ ആ ഒരു വീടെല്ലാം കൂടെ അടച്ചു പൂട്ടുന്നുണ്ട്. ജനലിലെല്ലാം പലതരം സാധനങ്ങൾ പറക്കി വെച്ച് അതെല്ലാം അടയ്ക്കുന്നുണ്ട്. ഒരു തരി സൂര്യപ്രകാശോ അല്ലെങ്കിൽ ചന്ദ്രപ്രകാശോ ഒന്നും അകത്തോട്ട് കയറാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം അടച്ചു വെക്കുകയാണ്. വീണ്ടും വെസ്ലിയെ കാണിക്കുകയാണെങ്കിൽ അവൻ ആ ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ തന്നെ ഡോക്ടർ നിപ്പുണ്ട്. ഡോക്ടർ മീഡിയക്കാരെ എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാണ്. മറ്റൊന്നുമല്ല, ഇന്നത്തെ രാത്രിയിലുള്ള ആ ഒരു ചന്ദ്രപ്രകാശം മനുഷ്യരുടെ ദേഹത്ത് തട്ടുവാണെങ്കിൽ അവര് മ്യൂട്ടേറ്റ് ആയിട്ട് ചെന്നായെ പോലാവും, വലിയ ചെന്നായെ പോലെ. അങ്ങനെ ആയാൽ അവർക്ക് യാതൊരു ബോധവും കാണത്തില്ല, കാണുന്ന എല്ലാരെയും ആക്രമിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ ആരും പുറത്തിറങ്ങാനായിട്ട് പാടില്ല. അങ്ങനെ ആവുന്നവരെ തിരിച്ച് മനുഷ്യരൂപത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ മരുന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എല്ലാരെയും വിളിച്ചിട്ട് ലാബിലോട്ട് പോവാണ്. ലാബിൽ തന്നെ പലതരം കൂടുകളൊക്കെ ഉണ്ട്. ഇതുപോലെ മനുഷ്യര് ചെന്നായാൽ അവരെ ആ കൂട്ടിൽ ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാ വർഷവും ഇത് സംഭവിക്കുന്നതാണ്. എല്ലാ വർഷവും ഒരു സമയത്ത് ഫുൾ മൂൺ വരുമ്പോൾ ഇത് സംഭവിക്കും. ഇതിനുശേഷം കാണിക്കുന്നത് ഒരു ഡോക്ടറിനെയാണ്, അതായത് ഒരു ലേഡി ഡോക്ടറിനെ. അവർക്ക് നമുക്ക് എമ എന്ന് പേര് കൊടുക്കാം. എമയ്ക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആ ബോയ് ഫ്രണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ചെന്നായി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബോയ് ഫ്രണ്ടിന് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ബോയ് ഫ്രണ്ടിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ എമ അവനെ എക്സ്പെരിമെന്റിനായിട്ട് ഈ ലാബിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവന്റെ കഴുത്തിൽ കുറെ അധികം ചങ്ങലയൊക്കെ കെട്ടിയിട്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അവനൊരു കൂട്ടിൽ അടച്ചിടുന്നുണ്ട്. ചെന്നായി ആയാൽ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരെയും ആക്രമിക്കും. അതുകൊണ്ട് തന്നെ ആക്രമിക്കാതിരിക്കാനായിട്ടാണ് ആ കൂട്ടിലിട്ടേക്കുന്നത്. പിന്നെ അവർ എക്സ്പെരിമെന്റ് നടത്താനായിട്ട് പോവാണ്. ചന്ദ്രപ്രകാശം ദേഹത്ത് തട്ടുന്ന നേരത്ത് ചെന്നായി ആവാനായിട്ട് പാടില്ലല്ലോ, അതിനുള്ള എന്തോ ഒരു എക്സ്പെരിമെന്റ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ചെന്നായായ പലതരം ആൾക്കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ഇവര് ബലമായിട്ട് കൊണ്ടുവന്നതാണ്. അവരൊക്കെ കൂട്ടിൽ നിന്ന് ചാടിപ്പോനായിട്ട് നോക്കുമെങ്കിലും ഇവരാരും തുറന്നു വിടത്തില്ല. അതിനകത്ത് തന്നെ ഒരു ലേഡി ഉണ്ട്. അവരും കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെന്നായി ആയതായിരുന്നു. ഈ നേരം വെസ്ലിനെ കാണിക്കുമ്പോൾ വെസ്ലിയും അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാരും കൂടെ ദേഹത്ത് കുറെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഈ കൂട്ടിലിട്ട് അടച്ചേക്കുന്ന മനുഷ്യരുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എല്ലാ ആൾക്കാരും കൂട്ടിൽ കിടക്കുമല്ലേ. ചെന്നായി ആയിട്ട് മാറിയാൽ തന്നെ ആ ചെന്നായ്ക്കളൊന്നും ആക്രമിക്കത്തില്ല, കാരണം അവർ കൂട്ടിനുള്ളിലാണ്, ഇവർക്ക് സേഫ് ആയിട്ട് പുറത്ത് നിൽക്കാം. എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ പ്രൊഫസറും അതുപോലെ തന്നെ ലേഡി ഡോക്ടറും കൂടെ ലാബിന്റെ പുറത്തായിട്ട് നിൽപ്പുണ്ട്. അതായത് ഒരു ഗ്ലാസിന് പുറത്തായിട്ട് നിൽപ്പുണ്ട്. അവർക്ക് ആ ഒരു റൂമിൽ നിന്നാൽ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് പറ്റും. പക്ഷെ ഇവർ ചെന്നായ്ക്കളുടെ അടുത്തൊന്നും പോകുന്നില്ല. ചെന്നായ്ക്കളുടെ അടുത്ത് പോകുന്നത് വെസ്ലിയും അതുപോലെ തന്നെ അവന്റെ ടീമുമാണ്. ഇപ്പൊ വെസ്ലിയും അതുപോലെ തന്നെ അവന്റെ ടീമും കൂടെ വന്നിട്ട് ആ ചെന്നായ്ക്കളാവാൻ പോകുന്ന മനുഷ്യരുടെ ദേഹത്ത് എന്തൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അവർ കണ്ടുപിടിച്ച എന്തോ തരം കെമിക്കൽ
കെമിക്കലാണ്. അതെല്ലാം സ്പ്രേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണിൽ എന്തോ ഡ്രോപ്പ് ഒഴിക്കുന്നുണ്ട്. ഈ കണ്ണിലും ചന്ദ്രപ്രകാശം തട്ടിയാൽ ഇവർ ചെന്നായി ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ദേഹത്തൊന്നും ചന്ദ്രപ്രകാശം തട്ടാതിരിക്കാനായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ലാബിന് മുകളിൽ തന്നെ ചെറിയൊരു റൂഫ് ഉണ്ട്. അത് തുറക്കാണ്. അത് തുറക്കുന്ന നേരത്ത് ഫുൾ മൂൺ ആണ്. അതുവഴി ചന്ദ്രപ്രകാശം അകത്തോട്ട് കയറുന്നുണ്ട്. എന്നാൽ വെസ്ലിയുടെയോ അതുപോലെ തന്നെ അവന്റെ കൂടെയുള്ള ആൾക്കാരുടെ ദേഹത്ത് തട്ടുന്നില്ല. കാരണം അവർ സ്യൂട്ട് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഈ കൂട്ടിലിട്ടേക്കുന്ന മനുഷ്യരുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. അതിൽ തന്നെ കുറെ വില്ലന്മാരുണ്ട് കേട്ടോ. ചെന്നായ ആയ ഉടനെ ഇവരെ ആക്രമിച്ച് കൊല്ലാന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ കിടന്ന് ചാടുന്നുണ്ട് ചന്ദ്രപ്രകാശം തട്ടുമ്പോ. പക്ഷെ അവർ വിചാരിച്ചതുപോലെ അവർ ചെന്നായി ആയിട്ട് മാറിയിട്ടില്ല. അതിനർത്ഥം ഇവർ കണ്ടുപിടിച്ച മരുന്ന് വിജയിച്ചിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഈ നേരം ലൂസിയെ കാണിക്കുകയാണെങ്കിൽ അവൾ വീട്ടിലിരിപ്പുണ്ട്. അതുപോലെ തന്നെ കൂടെ മോളും ഉണ്ട്. പിന്നെ ലാബിൽ മാത്രമല്ല ചെന്നായ്ക്കളുള്ളത്. ഈ ഒരു സ്ഥലത്തെല്ലാം ചെന്നായ്ക്കളുണ്ട്. ചന്ദ്രപ്രകാശം തട്ടിയ എല്ലാ ആൾക്കാരും ചെന്നായ്ക്കളായിട്ട് മാറും. അങ്ങനെ കുറെ ആൾക്കാർ ഈ വീടിന് ചുറ്റുവട്ടത്തായിട്ടുണ്ട്. എന്തായാലും ലൂസ് ക്യാമറയൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതുവരെ ആരും വന്നിട്ടില്ല. അതുപോലെ അയൽക്കാരനെ കാണിക്കുമ്പോൾ അങ്ങേര് ഒരു സ്യൂട്ടും എടുത്തിട്ട് അതുപോലെ തന്നെ കയ്യിൽ തോക്കും വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. ഏതെങ്കിലും ചെന്നായ വന്നാൽ അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും ഇങ്ങേര്. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ. ഇതിനുശേഷം അയൽക്കാരി കാണിക്കുമ്പോൾ അവൾ അവളുടെ വീട്ടിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അങ്ങനെ നടക്കുമ്പോഴായിരിക്കും അമ്മേനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് വീടിന്റെ ചുറ്റും അങ്ങനെ നടക്കാണ്. അതായത് വീടിനുള്ളിൽ നടക്കാണ്. പക്ഷെ അമ്മേനെ കാണാനില്ല. എന്നാൽ ഇവൾ അവിടെ നിൽക്കുമ്പോഴായിരിക്കും ഇവളുടെ പിന്നിലൂടെ വലിയൊരു രൂപം പൊങ്ങി വരുന്നത്. അത് മറ്റാരുമല്ല, വലിയൊരു ചെന്നായ രൂപമാണ്. പക്ഷെ എന്താണ് നടക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇവിടെ സീൻ കട്ട് ചെയ്യാണ്. ഇതേ നേരം തന്നെ ലാബ് കാണിക്കുമ്പോൾ ആ ലാബിൽ എല്ലാം നോർമലാണ്. ഇതുവരെ അവര് ചെന്നായ്ക്കളായിട്ട് മാറിയിട്ടില്ല. എന്നാൽ പെട്ടെന്നായിരിക്കും ആ ഒരു സയന്റിസ്റ്റ് പെൺകുട്ടിയിലെ, അതായത് യമയുടെ ബോയ് ഫ്രണ്ട് ചെന്നായായിട്ട് മാറാനായിട്ട് തുടങ്ങുന്നത്. ഇത് കണ്ടിട്ട് ഇവിടെ നിന്ന് വിസ്ലിയും അതുപോലെ തന്നെ അവന്റെ ടീമും കൂടെ വന്നിട്ട് അയാളുടെ ദേഹത്ത് കുറച്ച് സ്പ്രേ അടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് അങ്ങേര് ചെന്നായായിട്ട് മാറാതിരിക്കാനായിട്ടുള്ള സ്പ്രേ. എന്നാൽ ആ ഒരു ഡിവൈസും കൊണ്ട് ചെല്ലുമ്പോൾ ആ ഒരു ഡിവൈസ് ഒക്കെ ആ ചെന്നായ തട്ടിപ്പറിക്കുകയാണ്. അയാൾ ചെന്നായായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതും കൊണ്ട് ചെന്നാ തട്ടിപ്പറിക്കില്ലേ, അത് തട്ടിപ്പറിച്ചിട്ട് വലിച്ചെറിയും. ഇത് ചെന്ന് വീഴുന്നത് ലാബിന്റെ പല ഭാഗത്താണ്. അവിടെ തന്നെ കുറെ അധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ചിട്ട് ആ ലാബിൽ ചെറിയൊരു സ്ഫോടനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ കൂട്ടിൽ വേറെ കുറെ ചെന്നായ്ക്കളെ ഇട്ടിട്ടില്ലേ. ചെന്നായ്ക്കളല്ല, കഴിഞ്ഞ വർഷം ചെന്നായ്ക്കളായിട്ടുള്ള മനുഷ്യരാണ്. അവരിപ്പോ ചെന്നായ്ക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സാധാരണ ചെന്നായൊന്നും അല്ല, മനുഷ്യനെ പോലെ എണീറ്റ് നിൽക്കാൻ പറ്റുന്ന വലിയ രൂപമായിട്ടുള്ള ചെന്നായ. എന്തായാലും ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നില്ലേ. ആ സ്ഫോടനത്തിന്റെ ഇടയിൽ ഇവരുടെ കൂടെ ഒരു ഡോക്ടറില്ലേ, നമ്മൾ ആദ്യമേ ടിവിക്ക് ഒരു ന്യൂസ് കൊടുത്തൊരു ഡോക്ടർ, അയാൾ താഴെ തെറിച്ചു വീണിട്ട് അങ്ങനെ സ്യൂട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. അതിനുള്ളിലൂടെ ചന്ദ്രപ്രകാശം ഉള്ളിൽ കയറുന്നുണ്ട്. അങ്ങനെ കയറിയാൽ അങ്ങേര് എന്തായാലും ചെന്നായായിട്ട് മാറും. ഇത് കാണുന്ന വിസ്ലി വന്നിട്ട് അങ്ങേരെ പിടിക്കുകയാണ്. പക്ഷെ ഒരുപാട് വൈകിപ്പോയി. അങ്ങേര് ചെന്നായായിട്ട് മാറുന്നുണ്ട്. വിസ്ലിയോട് എത്രയും പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടാനായിട്ട് പറയുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു പയ്യനുണ്ട്. അവന് ഇതൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിസ്ലി അവനോട് മരുന്നെടുത്തോണ്ട് വരാനായിട്ട് പറയാണ്. അവൻ മരുന്നെടുക്കാനായിട്ട് പോകുമ്പോൾ ഒരുപാടധികം വൈകിപ്പോയി ഡോക്ടർ ചെന്നായായിട്ട് മാറുകയാണ്. അപ്പോഴായിരിക്കും പയ്യൻ അങ്ങോട്ട് മരുന്നും കൊണ്ടുവരുന്നത്. പയ്യനെ കണ്ടതും ഈ ഒരു ഡോക്ടർ ചെന്നായ അവന്റെ വയറിലൊറ്റ മാന്തലാണ്. എന്നാൽ വിസ്ലിക്കൊന്നും പറ്റിയിട്ടില്ല. ആ പയ്യൻ തെറിച്ച് ദൂരോട്ട് വീഴും. ഇതേ നേരം തന്നെ ആ ലാബിൽ കുറെ അധികം ആൾക്കാർ സ്യൂട്ട് ഇട്ടിട്ട് തോക്കും കൊണ്ട് നടക്കുന്നുണ്ട്. തോക്കെടുത്തിട്ട് ഈ കൂട്ടിന് നേരെയൊക്കെ ഷൂട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഡോക്ടറിന്റെ ദേഹത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ അവരെയൊക്കെ പിടിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് വിസ്ലിയും അതുപോലെ തന്നെ ആ പയ്യനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വിസ്ലി എത്രയും പെട്ടെന്ന് തന്നെ ആ പയ്യനെ എടുത്തിട്ട് അവിടെ നിന്ന് പതിയെ പതിയെ നടന്ന് മാറിപ്പോവാണ്. ഇതേ നേരം തന്നെ ഡോക്ടറിലെ അവര് മുകളിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. അവരിത് കണ്ട് പേടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇനി അവിടെ നിന്നാ ഒട്ടും സേഫ് അല്ല, ഈ ചെന്നായ്ക്കൾ വന്ന് അവരെ ആക്രമിക്കും. എന്തായാലും ഇതേ നേരം തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്ത് ലാബിന്റെ പല ഭാഗത്തും അതുപോലെ തന്നെ കൂട്ടിലൊക്കെ കൊണ്ടിട്ട് കൂടെല്ലാം തകർന്നു പോവാണ്. അതിനുള്ളിൽ കിടക്കുന്ന ചെന്നായ്ക്കളെല്ലാം കൂടെ പുറത്തു ചാടിയിട്ട് ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും എമേനെ കാണിക്കുമ്പോൾ ആ ലാബിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പല ആൾക്കാർ പല വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അവിടെ ഇവിടെയും ചെന്നായ്ക്കളാണ്. ഓടി ഓടി ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ തന്നെ ചെന്നായി നിപ്പുണ്ട്. അതുപോലെ തന്നെ കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരെയും ഉപദ്രവിക്കുകയാണ്. അപ്പോഴായിരിക്കും അങ്ങോട്ട് വെസ്ലിയും അതുപോലെ തന്നെ ആ പയ്യനും വരുന്നത്. ആ പയ്യൻ ഒട്ടും വയ്യ, അവന്റെ ദേഹത്തു നിന്ന് ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട്. ഇപ്പൊ എമയുടെ കൂടെ തന്നെ വെസ്ലിയും ആ പയ്യനോട് ഓടി ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. ആ പയ്യന് വയ്യാത്തത് കൊണ്ട് തന്നെ വെസ്ലിയാണ് അവനെ ചുമക്കുന്നത്. അവിടെ തന്നെ ചെറിയൊരു ഡോർ ഉണ്ട്. ആ ഡോർ ലോക്ക് തുറക്കാനായിട്ട് പറ്റുന്നില്ല. അത് ID കാർഡ് വെച്ചാണ് തുറക്കുന്നത്. പലതവണയായിട്ട് ID കാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് തുറക്കുന്നില്ല. അപ്പോഴായിരിക്കും ആ ചെന്നായ വന്ന് അവിടെ നിൽക്കുന്നത്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വെസ്ലി അവന്റെ ID കാർഡ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. പക്ഷെ നടക്കുന്നില്ല. ആ ചെന്നായി അടുത്തടുത്ത് വരുമ്പോൾ എങ്ങനെയൊക്കെ വെസ്ലി അത് തുറക്കാണ്. എല്ലാ ആൾക്കാരോട് അകത്ത് കയറുന്നുണ്ട്. ആ ഡോർ അടയ്ക്കാണ്. ചെന്നായി പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ഇവർ ആ ഡോറ് തള്ളി പിടിക്കുകയാണ് ചെന്നായി അകത്ത് കയറാതിരിക്കാനായിട്ട്. പക്ഷെ ആ ചെന്നായി എങ്ങനെയൊക്കെ അത് തള്ളി തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പുറത്ത് തന്നെ കുറച്ച് ആൾക്കാർ വന്ന് ആ ചെന്നായെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന് ബുള്ളറ്റ് ഒന്നും ഏൽക്കുന്നില്ല. അവിടെ വന്ന് ഷൂട്ട് ചെയ്ത ആൾക്കാരെ എല്ലാവരും അത് കൊല്ലുകയാണ്. ആ ചോര ഈ ഡോറിന്റെ അടിയിൽ കൂടെ ഒഴുകി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് വെസ്ലിയും അതുപോലെ
അതുപോലെ തന്നെ എമയും പിന്നെ ആ പയ്യനും പേടിക്കുന്നുണ്ട്. ഇപ്പൊ ആ പയ്യനെ കാണിക്കുമ്പോൾ അവൻ മറിഞ്ഞു വീണ് താഴെ കിടക്കാണ്. അവന്റെ ദേഹത്ത് നിന്ന് ഒരുപാടധികം ബ്ലഡ് പോകുന്നുണ്ട്. ഇത് കാണുന്ന എമയും അതുപോലെ തന്നെ വെസ്ലിയും കൂടെ വന്നിട്ട് അവന്റെ മുറിവ് പൊത്തി പിടിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അത്രയധികം ബ്ലഡ് പോയത് കൊണ്ട് തന്നെ അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അവൻ മരണപ്പെട്ടു പോവാണ്. അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പൊ ഇത് കണ്ടിട്ട് യമ കരയാനായിട്ട് തുടങ്ങും. പക്ഷെ വെസ്ലി അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവരെങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. അതുപോലെ തന്നെ ഈ ലാബിന്റെ പല ഭാഗത്തായിട്ട് തോക്കുകളുണ്ട്, അതെല്ലാം എടുക്കണം. അതെടുത്തിട്ട് ഈ നായ്ക്കളുമായിട്ട് പോരാടി നിൽക്കാന്നാണ് വെസ്ലി തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ യമ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അയൽക്കാരനെ കാണിക്കുമ്പോൾ അയൽക്കാരൻ വീട്ടിലിരിക്കുമ്പോൾ എന്തോ ശബ്ദം കേൾക്കാണ്. ആ ചെന്നായാണെന്ന് മനസ്സിലായി. അങ്ങേര് തോക്ക് എടുത്തിട്ട് പതിയെ ജനാലയുടെ അടുത്ത് ചെല്ലുകയാണ്. തോക്ക് വെച്ച് പുറത്തോട്ട് നോക്കുമ്പോൾ മരത്തിന് മുകളിലായിട്ട് ഒരു ചെന്നായി ഇരിപ്പുണ്ട്. ചെന്നായ മനുഷ്യനാണ് കേട്ടോ. അതിന് നേരെ ഷൂട്ട് ചെയ്യും. പക്ഷെ അത് ചാടി ചാടി മാറിപ്പോവാണ്. കുറെ നേരമൊന്നും ആ ചെന്നായിയുടെ ശല്യമില്ല. എന്നാൽ പെട്ടെന്നായിരിക്കും എന്തോ ഒരു സാധനം ജനാലയും തകർത്ത് അകത്തോട്ട് വന്ന് വീഴുന്നത്. ഈ ഒരു അയൽക്കാരന്റെ മുകളിലൂടെയാണ് വീഴുന്നത്. അയൽക്കാരൻ തെറിച്ച് ദൂരോട്ട് പോയി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങേരുടെ മുഖത്തുള്ള മുഖമൂടിയൊക്കെ തെറിച്ചു പോയി. അതുപോലെ ആ ഒരു ജനലിലെ അത് തകർന്നിട്ട് ഉള്ളിലൂടെ ചന്ദ്രപ്രകാശം കയറുന്നുണ്ട്. അത് ഇങ്ങേരുടെ മുഖത്ത് തട്ടിയതും ഇങ്ങേര് പതിയെ പതിയെ ഒരു ചെന്നായ മനുഷ്യനായിട്ട് മാറുകയാണ്. അവസാനം ഇങ്ങനെ ഒരു ചെന്നായ മനുഷ്യനായി തീരുന്നുണ്ട്. എന്തായാലും അപ്പുറത്ത് നടക്കുന്ന ശബ്ദങ്ങളൊക്കെ ലൂസി കേൾക്കുന്നുണ്ട്. അവള് പതിയെ ക്യാമറ വഴി നോക്കാണ്. പക്ഷെ എന്താ സംഭവം എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. അയൽക്കാരൻ എന്തോ പറ്റിയെന്നറിയാം, എന്താ സംഭവം എന്ന് കറക്റ്റായിട്ട് അറിയില്ല. വീണ്ടും വെസ്ലിയും അതുപോലെ തന്നെ എമേനെയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ നടന്ന് ആ ഒരു തോക്കൊക്കെയുള്ള റൂമിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് കുറേയധികം സ്യൂട്ടൊക്കെ എടുത്തിട്ടാണ്. ഇവരുടെ ദേഹത്ത് ചന്ദ്രപ്രകാശം തട്ടാനായിട്ട് പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ സ്യൂട്ടും എടുത്തിട്ടിട്ട് അവിടുന്ന് തോക്കൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ കുറച്ചധികം ലിക്വിഡൊക്കെ ഇരിപ്പുണ്ട്. കണ്ണിൽ ഒഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രോപ്പ് ഉണ്ട്. അത് കണ്ണിൽ ഒഴിക്കുകയാണെങ്കിൽ ചന്ദ്രപ്രകാശം തട്ടിയാൽ തന്നെ അവർ ആ ഒരു ചെന്നായിട്ട് മാറത്തില്ല. അതുപോലെ തന്നെ ഒരു സ്പ്രേ ഉണ്ട്, അത് മുഖത്തെല്ലാം അടിക്കുകയാണ്. ഈ ഒരു സംഭവം ആകെ 1 മണിക്കൂർ മാത്രമേ നിൽക്കത്തുള്ളൂ. 1 മണിക്കൂറിൽ കൂടുതൽ നിൽക്കത്തില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവരുടെ ദേഹത്ത് ചന്ദ്രപ്രകാശം തട്ടിയാൽ ഇവരും ചെന്നായിട്ട് മാറും. പക്ഷേ 1 മണിക്കൂർ വരെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെസ്ലി അവന്റെ വാച്ചിൽ ടൈമർ വെക്കുകയാണ്, ഏകദേശം 1 മണിക്കൂർ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ലാബിൽ നിന്ന് കാറും എടുത്തിട്ട് പോവാണ്. അങ്ങനെ അവർ കാറിൽ പോകുന്ന നേരത്ത് ലൂസി അവരെ വിളിക്കുന്നുണ്ട്. ആര്? വെസ്ലിനെ വിളിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്ത് ആ ഒരു ചെന്നായി കയറിയിട്ട് അയൽക്കാരനെ കൊന്നുകളഞ്ഞു, എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞ് കരയാണ്. വെസ്ലി അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അന്നേരം ലൂസി ശ്രദ്ധിക്കുമ്പോൾ വീട്ടിന്റെ പുറത്തു നിന്ന് ശബ്ദം കേൾക്കാണ്. പതിയെ ക്യാമറ വഴി നോക്കുമ്പോൾ അത് അയൽക്കാരിയാണ്. അയൽക്കാരി ജീവനോടുണ്ട്. എന്നെ രക്ഷിക്കണേ, ഒന്ന് വാതിൽ തുറക്കുമെന്നാണ് പറയുന്നത്. ഇത് വെസ്ലി കേട്ടിട്ട് ലൂസിയോട് വാതിൽ തുറക്കാൻ പാടില്ല, നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു പറയുമ്പോൾ ഈ ഒരു ലൂസി കേൾക്കത്തില്ല. ലൂസി അതെന്റെ അയൽക്കാരിയാണ്, ഞാൻ അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഡോറ് തുറക്കാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ ഒരു ചെന്നായ വന്നിട്ട് ആ ഒരു അയൽക്കാരിനെ കടിച്ചു കയറുന്നത് ലൂസി കാണുന്നത്. ഇനി തുറന്നിട്ടും കാര്യമില്ലല്ലോ, അങ്ങനെ തുറക്കുവാണെങ്കിൽ തന്നെ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ കൂടെ ഒരു പിഞ്ചു കുഞ്ഞുണ്ട്, അതിനെ കൂടെ കൊലക്കി കൊടുക്കാനാണോ ഇവര് നോക്കുന്നത്? ആദ്യം സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കിയിട്ടല്ലേ ഉള്ളൂ ബാക്കി കാര്യം. എന്തായാലും വെസ്ലി തുറക്കല്ലേ തുറക്കല്ലേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. വെസ്ലി ഈ ഫോണിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ശ്രദ്ധ മാറുകയാണ്. പെട്ടെന്നായിരിക്കും ഒരു ബസ് ഫ്രണ്ടിലൂടെ പോകുന്നത്. അവൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ആ ബസ്സിൽ കൊണ്ടുവച്ചിടിക്കുകയാണ്. ഈ ഒരു ശബ്ദം ലൂസി കേൾക്കുന്നുണ്ട്. ലൂസിക്ക് മനസ്സിലായി വെസ്ലിക്കും അതുപോലെ തന്നെ എമയ്ക്കും എന്തോ പറ്റിയെന്ന്. എമ കൂടെ ഉണ്ടെന്ന് ലൂസിക്ക് മനസ്സിലായി, കാരണം അവളുടെ ശബ്ദം കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ആക്സിഡന്റിന് ശേഷം ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂസിക്ക് മനസ്സിലായി അവള് കാരണമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്ന്. അതുകൊണ്ട് അവൾ ആ ഒരു സ്ഥലത്തിരുന്നിട്ട് അങ്ങനെ കരയുകയാണ്. വീണ്ടും വെസ്ലിനെയൊക്കെ കാണിക്കുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ വെസ്ലിക്കും അതുപോലെ തന്നെ എമയ്ക്കും ബോധം വന്നിട്ടുണ്ട്. എമ വെസ്ലിനെ എങ്ങനെയോ കാറിൽ നിന്ന് പുറത്ത് വലിച്ചിടുകയാണ്. അവർക്ക് രണ്ടുപേർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും വെസ്ലി പറയുന്നത് എന്റെ ഫോൺ കാറിൽ കിടക്കുവാണ്, അത് എടുക്കണമെന്നാണ്. പക്ഷെ എമ സമ്മതിക്കത്തില്ല. കാരണം അതൊക്കെ എടുക്കാൻ നിൽക്കുവാണെങ്കിൽ വീണ്ടും ചെന്നായ്ക്കൾ വരും. ശബ്ദം കേട്ടത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെന്നായി വരും. ഇവരെ കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എമ അവനെയും വിളിച്ചിട്ട് അവിടെ ഓടിപ്പോവാണ്. വീണ്ടും ലൂസിനെ കാണിക്കുമ്പോൾ അവള് മോളുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് മോളുടെ തലയിൽ ഒരു ഹെഡ്ഫോൺ എടുത്ത് വെച്ചു കൊടുക്കുകയാണ്, പുറത്ത് നടക്കുന്ന ശബ്ദങ്ങളൊന്നും കേൾക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് CCTV ക്യാമറയുടെ അടുത്ത് വരുമ്പോൾ അവിടെ തന്നെ ഒരു ചെന്നായി നിപ്പുണ്ട്. ആ ചെന്നായി മറ്റാരുമല്ല, അയൽക്കാരൻ ചെന്നായിയാണ്. ആ അയൽക്കാരൻ ചെന്നായി തന്നെയാണ് അയൽക്കാരിയുടെ തലയും കടിച്ചു പറിച്ചെടുത്തത്. എന്തായാലും ഇപ്പൊ ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ലൂസി അതിന് നേരെ പെപ്പർ സ്പ്രേ അടിക്കുകയാണ്. ക്യാമറ വെച്ചിട്ടാണ് അടിയുന്നത്. ആ ഒരു ചെന്നായിയുടെ ദേഹത്ത് അല്ലെങ്കിൽ മുഖത്ത് പെപ്പർ സ്പ്രേ വീഴുമ്പോൾ അതിന് നന്നായിട്ട് നീറാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ കരഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. വീണ്ടും വെസ്ലിനെ കാണിക്കുമ്പോൾ വെസ്ലിയും അതുപോലെ തന്നെ എമ്മയും കൂടെ നടന്നൊരു ടണലിൽ കൂടെ പോവാണ്. ടണലിന്റെ അറ്റത്തെത്തുമ്പോൾ അവിടെ തന്നെ കുറേയധികം കാറുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ആ കാറിന്റെ അടുത്തായിട്ട് 2-3 ചെന്നായ്ക്കൾ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ കാറിന്റെ സൈഡിലൂടെ അങ്ങനെ നടന്നു പോകും. ആ ചെന്നായ്ക്കൾ ശ്രദ്ധിക്കാതെ ശബ്ദം ഉണ്ടാക്കാതെ പതിയെ പതിയെ നടന്നു പോവാണ്. ഇവരുടെ കയ്യിൽ 2 തോക്കുണ്ട്. ആ തോക്കൊക്കെ പിടിച്ചിട്ടാണ് നടന്നു പോകുന്നത്. എന്നാൽ ഇവർ നടന്നു പോകുമ്പോൾ ഇവരുടെ മുമ്പിലായിട്ട് ഒരു ചെന്നായി വന്ന് നിൽക്കും. അതുപോലെ തന്നെ പിറകിലൂടെയും ഒരു ചെന്നായി പോകുന്നുണ്ട്. പക്ഷെ ആ 2 ചെന്നായ്ക്കളും ഇവർ രണ്ടുപേരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കാറിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അവർ
അവർ ഒളിച്ചതും അങ്ങോട്ട് ആ ചെന്നായ്ക്കൾ വരുന്നുണ്ട്. കാറിന്റെ അടുത്തൊക്കെ അങ്ങനെ നിന്ന് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി കളിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ ചെന്നായി അവരെ കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ കണ്ടുപിടിച്ച് കൊന്നുകളയാം, ഒന്നും അറിയത്തില്ല. ഇവർ രണ്ടുപേരും കൂടെ കുറെ നേരം മിണ്ടാതിരിക്കുമ്പോൾ ആ ചെന്നായിക്ക് ഇവരിവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറിപ്പോവാണ്. വീണ്ടും ലൂസിനെ കാണിക്കുമ്പോൾ അവൾ ആ ചെന്നായിയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ചതിന് ശേഷം അവിടെ ഇരിക്കുകയാണ്. ഇതേ നേരം ആ ചെന്നായില്ലേ, അതായത് അയൽക്കാരൻ ചെന്നായ, ആ ചെന്നായ ഒരു വെള്ളമുള്ള സ്ഥലത്ത് വന്നിട്ട് സ്വന്തം മുഖം കഴുകുകയാണ്. അതിനുള്ള ബോധമൊക്കെ ആ ചെന്നായിക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഉപദ്രവിക്കണം, ആരെ കൊല്ലണം എന്നൊന്നും അറിയത്തില്ല. അതിന് കിട്ടുന്ന എല്ലാ ആൾക്കാരെയും അത് കൊല്ലും. വീണ്ടും വെസ്ലിനെയും അതുപോലെ തന്നെ എമേനെയും കാണിക്കുമ്പോൾ രണ്ടുപേരും കൂടെ കാറിന്റെ അടിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നേരത്തെ വെസ്ലി 1 മണിക്കൂർ സെറ്റ് ചെയ്തില്ലേ, ആ ഒരു സെറ്റ് ചെയ്ത അലാറം വാച്ചിൽ കേൾക്കുന്നത്. ഈ അലാറം നല്ല ശബ്ദത്തിൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ സൈഡിലായിട്ട് നിൽക്കുന്ന എല്ലാ ചെന്നായ്ക്കളും ഇത് കേൾക്കുന്നുണ്ട്. ആ ചെന്നായ്ക്കൾക്ക് ഇവരിവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ ഇവർക്ക് ഓടിയേ പറ്റൂ. രണ്ടുപേരും കൂടെ അവിടെ ഓടുകയാണ്. ഓടുന്ന സമയത്ത് അവിടെ ആയിട്ട് ചെറിയ രീതിയിൽ വെളിച്ചം മിന്നുന്നത് പോലെ കാണാം. ഏതോ ഒരു ബിൽഡിംഗ് ആണ്. ഇത് ലൂസി കണ്ടിട്ട് വെസ്ലിനെയും വിളിച്ചിട്ട് അവിടെ ഓടുകയാണ്. ആ ഒരു ഗേറ്റ് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബിൽഡിങ്ങിന്റെ ഗേറ്റ് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ എങ്ങനെയൊക്കെയോ ആ ഒരു ഗേറ്റ് അടയണേ മുമ്പ് അതിനുള്ളിൽ ഇടഞ്ഞു കയറുകയാണ്. അതായത് പെട്ടെന്ന് തന്നെ ഇടഞ്ഞു കയറുകയാണ്. അങ്ങനെ കയറിയതും ആ ഒരു ഡോർ അടയാണ്. ചെന്നായ്ക്കൾ വന്നവരെ പിടിക്കാനായിട്ട് നോക്കുമെങ്കിലും ആ ചെന്നായ്ക്കളെ കൊണ്ടൊന്നും കഴിയുന്നില്ല. അത് ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ആ ഷോപ്പിൽ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോഴായിരിക്കും ഒരു മുഖംമൂടി വെച്ച് ഒരു കൊച്ച്, അതായത് ഒരു കുഞ്ഞ്, അത് എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് അവിടെ നോടാനായിട്ട് തുടങ്ങും. വെസ്ലിയും അതുപോലെ തന്നെ എമയും കൂടെ അതിന്റെ പിന്നാലെ അങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് എമയുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ്. ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല, രണ്ടുപേരും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പറയും, ഞങ്ങൾ രണ്ടുപേരും സയന്റിസ്റ്റ് ആണ്, ആ ചെന്നായ്ക്കളെ ഞങ്ങളെ കൊണ്ടേ പ്രതിരോധിക്കാനായിട്ട് പറ്റുമോ, അതുകൊണ്ട് തന്നെ ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങൾ എന്റെ ഫാമിലിയുടെ അടുത്ത് പോവാണ്, അവരെ രക്ഷിക്കണം, എല്ലാ ചെന്നായ്ക്കളെയും കൊല്ലണം, അതുകൊണ്ട് തന്നെ ഞങ്ങളെ വെറുതെ വിടാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ബോസ് ഉണ്ട്. അയാൾ അതിന് സമ്മതിക്കുകയാണ്. ഇവിടെ അടുത്തൊരു ടണലുണ്ട്, ആ ടണൽ വഴി പുറത്തോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ അതുവഴി പോകാനായിട്ട് ആ ഒരു ബോസ് ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ലൂസിനെ കാണിക്കുമ്പോൾ അവള് വീട്ടിലിരുന്ന് CCTV പരിശോധിക്കുകയാണ്. CCTV വഴി പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു 4-5 ചെന്നായ്ക്കള് വീട്ടിന്റെ മുന്നിലായിട്ട് അങ്ങനെ നിപ്പുണ്ട്. പക്ഷെ ചെന്നായ്ക്കൾക്ക് ഉള്ളിൽ കയറാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു മതില് കെട്ടിയില്ലേ, ഒരു ഇരുമ്പ് മതില്, അതിന് ചുറ്റും കറണ്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ളിൽ കയറാനായിട്ടൊന്നും സാധിക്കത്തില്ല. വീണ്ടും ലെസ്ലിനെയും അതുപോലെ തന്നെ എമ്മേനെയും കാണിക്കുമ്പോൾ രണ്ടുപേരും കൂടെ നടന്ന് ടണലിന്റെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബോസ് അവരുടെ കൂടെ വന്നിട്ടില്ല, ഇവർക്ക് വഴി കാണിച്ചത് മാത്രമേ ഉള്ളൂ. അവിടെ നടന്നു വരുമ്പോൾ അവിടെ ആയിട്ട് ചെറിയൊരു സെല്ല് കാണാം. അത് തുറന്നിട്ട് വേണം പുറത്തോട്ട് പോകാൻ. അങ്ങനെ രണ്ടുപേരും കൂടെ അത് തുറക്കാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ചെന്നായ ഇവരുടെ പിന്നിലായിട്ട് വന്ന് നിൽക്കുന്നത്. ഇവർക്ക് മനസ്സിലായി ഇവരുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ആ ചെന്നായ വന്ന് ഇവരെ ആക്രമിക്കാനായിട്ട് പോകുമ്പോൾ വെസ്ലി അതിന് നേരെ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ തോക്കൊക്കെ തട്ടി മാറ്റിയതിനു ശേഷം വെസ്ലിനെ അത് വലിച്ചെറിയുന്നുണ്ട്. അതുപോലെ തന്നെ എമേനെ അടിച്ച് താഴെ ഇടുകയാണ്. എമയുടെ ബോധം കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നിട്ട് വെസ്ലിനെ കാലിൽ വലിച്ചുകൊണ്ട് പോയി വീണ്ടും വലിച്ചെറിയാണ്. വെസ്ലി ചെന്ന ഒരു സ്ഥലത്ത് മറിഞ്ഞു വീഴുന്നുണ്ട്. താഴെയായിട്ടൊരു കമ്പി കിടപ്പുണ്ട്. ആ കമ്പി എടുത്ത് അവൻ കയ്യിൽ പിടിക്കുകയാണ്. അപ്പോഴായിരിക്കും ചെന്നായി അവനെ ആക്രമിക്കാനായിട്ട് ഓടി വരുന്ന നേരത്ത് ഇവൻ ആ കമ്പി എടുത്ത് ചെന്നായിയുടെ നേരെ കാണിച്ചു കൊടുക്കും. ചെന്നായി വന്ന് ചാടുന്നത് ഈ കമ്പിയിലാണ്. ചെന്നായിയുടെ നെഞ്ച് തുളഞ്ഞു പോകുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ ചെന്നായി ചത്തുപോവാണ്. വെസ്ലി ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടാണ് അതിനെ കൊന്നത്. എന്തായാലും ഇപ്പൊ എമയ്ക്കും ബോധം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചെന്നായൊക്കെ മാറ്റിയിട്ടിട്ട് വെസ്ലിയും അതുപോലെ തന്നെ എമയും കൂടെ അവിടെ നിന്ന് നടക്കുകയാണ്. ഇപ്പൊ ഇവർക്ക് പോകണമെങ്കിൽ തന്നെ ഇവര് നേരത്തെ ഒരു വാക്സിൻ എടുത്തില്ലായിരുന്നോ, അതായത് മുഖത്തൊക്കെ സ്പ്രേ ചെയ്തില്ലേ, അതെല്ലാം കൂടെ ദേഹത്തൊന്നും കൂടെ സ്പ്രേ ചെയ്യണം. അതിനുള്ള ഡിവൈസ് എടുത്തിട്ട് ഇവര് ദേഹത്തെല്ലാം സ്പ്രേ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, അത് വർക്ക് ആവുന്നില്ല. അത് തണുത്താൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അതുപോലെ തന്നെ തൊട്ട് മുന്നിലായിട്ട് കുറേയധികം ചന്ദ്രപ്രകാശം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഇവർക്ക് വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ആയിട്ട് കുറച്ചധികം ടാർപ്പകൾ കിടപ്പുണ്ട്. ആ ടാർപ്പ് എടുത്ത് തലയിലോട് ഇട്ടിട്ട് രണ്ടുപേരും കൂടെ ഓടാനായിട്ട് തുടങ്ങും. തൊട്ട് മുന്നിലായിട്ട് ഒരു കടയുണ്ട്. അതും തകർത്ത് രണ്ടുപേരും കൂടെ അകത്ത് കയറുകയാണ്. അകത്ത് കയറുമ്പോൾ അതിന്റെ അകത്ത് ഫ്രിഡ്ജ് ഉണ്ട്. ആ ഫ്രിഡ്ജിൽ വെസ്ലി ആ ഒരു ഡിവൈസ് കൊണ്ടുവന്ന് വെക്കുകയാണ് തണുപ്പിക്കാനായിട്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ആ കടയിൽ വേറെ ചെന്നായ്ക്കളോ അതുപോലെ തന്നെ വേറെ മനുഷ്യരോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും സമാധാനപ്പെട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇതേ നേരം തന്നെ ലൂസിനെ കാണിക്കുമ്പോൾ ലൂസി മോളും കൂടെ വീടിനുള്ളിൽ അങ്ങനെ ഇരിപ്പുണ്ട്. എന്നാൽ കുറേയധികം ചെന്നായ്ക്കള് വീട്ടിന്റെ പുറത്ത് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അവരെ കൊണ്ട് ആ ഒരു മുള്ളുവേലി താണ്ടി വരാനായിട്ട് സാധിക്കുന്നില്ല. അതിനകത്ത് വന്ന് പിടിക്കുമ്പോൾ ഷോക്ക് അടിക്കുകയാണ്. ഇപ്പൊ വെസ്ലിനെയും അതുപോലെ തന്നെ എമേനെയും കാണിക്കുമ്പോൾ രണ്ടുപേരും കൂടെ ആകെ വിഷമപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. എമയുടെ ബോയ് ഫ്രണ്ട് ഒരു ചെന്നായി ആയിട്ട് മാറി. അതുപോലെ തന്നെ വെസ്ലിക്ക് അവന്റെ കുടുംബത്തിനെ സംരക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. പകരം ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കുമല്ലേ. ആ ഒരു വിഷമത്തിൽ രണ്ടുപേരും ഇരിക്കുമ്പോൾ എമ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറിപ്പോവും. ഇവരിയ്ക്കുന്നത് ഒരു കടയിലല്ലേ, അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഉണ്ട്. അപ്പൊ അതെടുക്കാനായിട്ട് എമ മാറിപ്പോകുമ്പോൾ വെസ്ലി അവിടെ ഇരിക്കുകയാണ്. അന്നേരമായിരിക്കും അവൻ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. എണീറ്റ് പതിയെ അവന്റെ തോക്കും എടുത്തിട്ട് അങ്ങനെ നടക്കാണ് അതെന്താണെന്ന് അറിയാനായിട്ട്. അങ്ങനെ തോക്കും എടുത്ത് കട
കടയിലൂടെ നടക്കുമ്പോൾ അവിടെ ആയിട്ട് ചെറിയൊരു രൂപത്തിനെ കാണുന്നുണ്ട്, ഒരു മനുഷ്യരൂപം. അവൻ വിചാരിക്കും അത് ഏതെങ്കിലും പെൺകുട്ടിയാണെന്ന്. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് അടുത്ത് ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, അതൊരു ചെന്നായിയാണ്. പക്ഷെ അതൊരു കൊച്ചു പെൺകുട്ടിയും കൂടാണ് കേട്ടോ. ഇവൻ അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് തോന്നുന്നില്ല, അതൊരു കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ. എന്റെ അടുത്തോട്ട് വരല്, ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന് മനസ്സിലാവത്തുമില്ല. അത് അവന്റെ അടുത്തോട്ട് അങ്ങനെ വരികയാണ്. പിന്നെ ആ ഒരു ചെന്നായിയുടെ കൈകള് എന്തോ ഒരു ജീവിയുണ്ട്, അതിങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പൊ വെസ്ലിനെ ആക്രമിക്കാനായിട്ട് വരുമ്പോ വെസ്ലിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്നായിരിക്കും എമ അതിനെ പിറകിൽ നിന്ന് ഷോക്ക് അടുപ്പിച്ച് വീഴ്ത്തുന്നത്. എമയുടെ കയ്യിൽ ഷോക്ക് അടുപ്പിക്കുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെസ്ലിയും എമയും കൂടെ അവര് നേരത്തെ ഫ്രിഡ്ജിൽ ഒരു മരുന്ന് വെച്ചില്ലേ, ആ മരുന്ന് എടുത്തിട്ട് അവര് ദേഹത്തെല്ലാം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അവർക്കിനി ചന്ദ്രപ്രകാശത്തിൽ ഇറങ്ങി നടക്കാനായിട്ട് സാധിക്കും. വീണ്ടും ലൂസിനെയും അതുപോലെ തന്നെ മോളെയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും വീട്ടിലിരിക്കുകയാണ്. അന്നേരം ആയിരിക്കും പുറത്തുള്ള ചെന്നായ്ക്കള് ആ നെറ്റിൽ വന്ന് പിടിക്കുന്നത്. അങ്ങനെ പിടിച്ച് ഈ ചെന്നായ്ക്കൾ ഷോക്ക് അടിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഉള്ളിൽ കയറാനായിട്ട് പറ്റുന്നില്ലല്ലോ. എന്തായാലും ഈ ഷോക്ക് അടിക്കുമ്പോൾ അകത്തും കറണ്ടിന്റെ വേരിയേഷൻ വരുന്നുണ്ട്. ലൈറ്റ് എല്ലാം മിന്നി കത്തുകയാണ്. ലൂസിക്ക് മനസ്സിലായി എന്തൊക്കെയോ വരാനായിട്ട് പോവാണെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ ലൂസി അവിടെ നിന്നൊരു തോക്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുള്ളറ്റ് എല്ലാം റീലോഡ് ചെയ്ത് വെക്കുകയാണ്. ഈ നേരം പുറത്ത് നിൽക്കുന്ന ഒരു ചെന്നായ അവിടെ ആയിട്ടൊരു പോസ്റ്റ് നിൽക്കുന്നത് കാണുകയാണ്. ആ പോസ്റ്റിനിട്ട് കുലുക്കാനായിട്ട് തുടങ്ങും. അവസാനം അതിനെ കുലുക്കി താഴെ തള്ളിയിടാണ്. ഇത് ചെന്ന് മറിഞ്ഞു വീഴുന്നത് ആ ഒരു മതിലിന്റെ മുകളിലൂടാണ്. ആ മതില് തകർന്നു പോകുന്നുണ്ട്. വല്ലാത്തൊരു പൊട്ടിത്തെറിയും നടക്കുകയാണ്. ഇനി ആ ചെന്നായ്ക്കൾക്ക് നിസ്സാരമായിട്ട് ഉള്ളിൽ കയറാനായിട്ട് സാധിക്കും. അത് ലൂസിക്ക് മനസ്സിലായി. ഇപ്പം വീടിനുള്ളിൽ കാണിക്കുകയാണെങ്കിൽ ലൂസിയും അതുപോലെ തന്നെ മോള് നിൽക്കുമ്പോൾ കറണ്ട് എല്ലാം ഓഫായി പോയിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള ഒരു ടോർച്ച് ലൈറ്റ് അവർ കത്തിച്ച് റെഡിയാക്കുകയാണ്. ഇപ്പൊ കുറച്ചൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ വീട്ടിനുള്ളിൽ കറണ്ട് ഇല്ല, ലൈറ്റ് ഇല്ല. എന്തായാലും ലൂസിയും അതുപോലെ തന്നെ മോളും കൂടെ വീട്ടിന്റെ പല ഭാഗത്തായിട്ട് കുഞ്ഞു ലൈറ്റ് കത്തിച്ചു വയ്ക്കുന്നുണ്ട്. ഇവരുടെ ഒരുപാടധികം ലൈറ്റ് ഉണ്ട്. കറണ്ട് പോകുന്ന സമയത്ത് പിടിച്ചു നിൽക്കണ്ടേ. അങ്ങനെ ആ ലൈറ്റുകൾ വീട്ടിന്റെ പല ഭാഗത്തായിട്ട് കത്തിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ലൂസി മോളെയും വിളിച്ച് ഹാളിൽ വരുവാണ്. മോൾ അവിടുത്തെ സോഫയിൽ ഇരുന്നുണ്ട്. ലൂസിയുടെ കയ്യിൽ ഒരു തോക്കുണ്ട്. അന്നേരം വീട്ടിന്റെ മുകളിലൂടെ ചെന്നായ്ക്കൾ നടക്കുന്ന ശബ്ദം കേൾക്കാം. ലൂസി തോക്കും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും വീട് തകർത്ത് ചെന്നായ്ക്കൾ അകത്ത് വരാം. ഇതേ നേരം തന്നെ വെസ്ലിനെയും അതുപോലെ തന്നെ എമ്മേനെയും കാണിക്കുമ്പോൾ രണ്ടുപേരും കൂടെ അങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും വെടിശബ്ദം കേൾക്കുന്നത്. അതായത് തൊട്ടടുത്ത് അവിടെ മനുഷ്യരുണ്ട്. ആ ഒരു വെടിശബ്ദം കേട്ടെടുത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ കുറച്ച് മനുഷ്യര് ഒരു വണ്ടി കൊണ്ടുവച്ച് അതിനകത്ത് മെഷീൻ ഗണ്ണൊക്കെ സെറ്റ് ചെയ്ത് ചെന്നായ്ക്കൾക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച് ചെന്നായ്ക്കൾ ഓടുകയാണ്. ചെന്നായ്ക്കളെ എല്ലാരെയും പേടിച്ച് ഓടിക്കുമ്പോൾ വെസ്ലിയും അതുപോലെ തന്നെ എമയും കൂടെ തോക്കൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് കൈപ്പൊക്കി നിൽക്കുകയാണ്. ഞങ്ങളെ കൂടെ സഹായിക്കും, നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരെന്താ വിചാരിക്കുക, ഇവര് വണ്ടിയും അതുപോലെ തന്നെ ഈ തോക്കൊക്കെ തട്ടിയെടുക്കാൻ വന്ന ആൾക്കാരാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ആൾക്കാര് ഇവർക്ക് നേരെ തോക്കും പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നായിരിക്കും ഒരു ചെന്നായ വന്ന് ഈ വണ്ടിയൊക്കെ ഉള്ള മനുഷ്യരുടെ തല പിഴുതെടുക്കുന്നത്. അതിലൊരാളുടെ തല പിഴുതെടുക്കുന്നത്. ഇത് കണ്ട് പേടിച്ചിട്ട് അവര് വെസ്ലിക്കും അതുപോലെ തന്നെ എമയ്ക്കും നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ എമയും വെസ്ലി എന്താ ചെയ്യുന്നത്, രണ്ടുപേരും കൂടെ അവിടെ ഓടുകയാണ്. ഓടി ഒരു കാറിന്റെ പിന്നിലായിട്ട് വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ലവന്മാര് മെഷീൻ ഗണ്ണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യല്ലേ, ഈ കാറിന്റെ ചില്ലൊക്കെ പൊട്ടുകയാണ്. വല്ലാത്ത ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ശബ്ദം കേട്ട് എമയുടെ ബോധം നഷ്ടപ്പെട്ടു പോവാണ്. അന്നേരം ആയിരിക്കും സൈഡിലൂടെ ഒരു ചെന്നായി ആക്രമിക്കാനായിട്ട് വരുന്നത്. പക്ഷെ വെസ്ലി വിട്ടുകൊടുക്കത്തില്ല. എമേനെ ചേർത്ത് പിടിച്ചിട്ട് അവളുടെ സൈഡിലൂടെ ഷൂട്ട് ചെയ്യാണ്. കറക്റ്റ് ആയിട്ട് ആ ചെന്നായിയുടെ ദേഹത്ത് പോയി കൊണ്ടിട്ട് അത് തെറിച്ചു വീഴുന്നുണ്ട്. ഇതേ നേരം തന്നെ ലൂസിനെ കാണിക്കുമ്പോൾ ലൂസി ആ തോക്ക് കൊടുത്ത് വീട്ടിന്റെ പല ഭാഗത്തായിട്ട് നടന്നിട്ട് വീട്ടിന്റെ സീലിംഗിലോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ അധികം ബുള്ളറ്റ് തീർന്നു പോയിട്ടുണ്ട്. ഏകദേശം 16-18 ബുള്ളറ്റേ ഉള്ളൂ. അതിൽ അവള് 12 അല്ലെങ്കിൽ 10 ബുള്ളറ്റൊക്കെ ഷൂട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി ആകെ 4 ബുള്ളറ്റ് കൂടെ ബാക്കിയുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ല ചെന്നായ്ക്കൾ ഉള്ളിൽ കയറിയാൽ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ബുള്ളറ്റ് കുറവാണ്. അവള് കുറെ അധികം ബുള്ളറ്റ് പേടിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ട്. വീണ്ടും വെസ്ലിനെ എമേനെയും കാണിക്കുമ്പോൾ രണ്ടുപേരും കൂടെ പേടിച്ച് കാറിന്റെ പിറകിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം ആ ചെന്നായ്ക്കള് കാറിൽ മെഷീൻ ഗണ്ണൊക്കെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത കുറച്ച് മനുഷ്യരില്ലേ, അവരെല്ലാരെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വെസ്ലിക്കും എമയ്ക്കും വേറെ മാർഗ്ഗമില്ല. എമ ഒരു പ്ലാൻ പറയും. അതായത് എമ ഈ ചെന്നായ്ക്കളുടെ ശ്രദ്ധ തിരിക്കും. അന്നേരം വെസ്ലി ഓടിപ്പോയി ആ ഒരു തോക്കെടുത്തിട്ട് ചെന്നായ്ക്കളെ ഷൂട്ട് ചെയ്യണം. വെസ്ലിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. ചിലപ്പോഴേ എമ ജീവനോട് രക്ഷപ്പെടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എമയോട് ഇത് വേണ്ടാന്ന് പറയുമ്പോൾ എമ കേൾക്കത്തില്ല. എമ ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങും. എന്നിട്ട് വിളിച്ചു കൂവുകയാണ് ചെന്നായ്ക്കളോട്. ചെന്നായ്ക്കൾ ഇത് കേട്ടിട്ട് എമയുടെ അടുത്ത് വരികയാണ്. പക്ഷേ എമ പേടിക്കുന്നുണ്ടെങ്കിലും ആ ചെന്നായിനെ നോക്കി അലറാനായിട്ട് തുടങ്ങും. ആ ചെന്നായും അവളെ നോക്കി തിരിച്ചലറുകയാണ്. പക്ഷെ അവളെ ഉപദ്രവിക്കുന്നില്ല. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അലറി കളിക്കില്ലേ, എങ്ങനെ ഉപദ്രവിക്കും. ഈ നേരം കൊണ്ട് വെസ്ലി ആ കാറിന്റെ അടുത്ത് ഓടി വന്നിട്ടുണ്ട്. ആ കാറിൽ തന്നെ ഒരു മെഷീൻ ഗണ്ണുണ്ട്. അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അന്നേരം എമ താഴെ കിടക്കുകയാണ്. അവിടെ നിൽക്കുന്ന ആ ഒരു ചെന്നായ്ക്കളുടെ ദേഹത്തോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അതൊക്കെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. കുറെ നേരം ഷൂട്ട് ചെയ്യുമ്പോൾ ചെന്നായ്ക്കൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എമ തിരിച്ചു വരുന്നുണ്ട്. വെസ്ലി കാറിൽ കയറാണ്. എമ കാറിൽ കയറാനായിട്ട് വന്ന് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ചെന്നായി വന്ന് അവളെ ആക്രമിച്ച് അവളെ പിടിച്ചോണ്ട് പോകുന്നത്. വെസ്ലി എത്രയും പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങി അവളെ നോക്കുമ്പോൾ അവളെ കാണാനായിട്ട്
വിട്ടില്ല. അവൾ ആ ചെന്നായി പിടിച്ചോണ്ട് പോയി. വെസ്ലിക്ക് ഒരുപാട് വിഷമം വന്നിട്ട് അവൻ കാറിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവൻ അവന്റെ കുടുംബത്തിനെ രക്ഷിക്കാനായിട്ടുണ്ട്, ചേട്ടന്റെ മോളെയും അതുപോലെ തന്നെ ഭാര്യനെ രക്ഷിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാറും എടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഈ നേരം ലൂസിനെ കാണിക്കുമ്പോൾ ലൂസി ആ തോക്കും എടുത്ത് അങ്ങനെ നടക്കുമ്പോൾ വീട്ടിന്റെ മുകളിലൂടെ ചെന്നായ്ക്കൾ നടക്കുന്നുണ്ട്. അവൾ ആ ചെന്നായിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വീട്ടിന്റെ സീലിംഗിൽ ഷൂട്ട് ചെയ്യാണ്. സീലിംഗിന്റെ പല ഭാഗങ്ങളായിട്ട് തകർന്നു പോകുന്നുണ്ട്. അതിനുള്ളിലൂടെ ചന്ദ്രപ്രകാശം ഉള്ളിൽ കയറുകയാണ്. പിന്നെ നിങ്ങളിപ്പം വിചാരിക്കും, നേരത്തെ ഷൂട്ട് ചെയ്ത ആൾക്കാർ എന്തുകൊണ്ട് ചെന്നായി ആയില്ല, അവര് ചന്ദ്രപ്രകാശത്തിന്റെ താഴെയല്ലേ നിന്നേന്ന്. എന്നാൽ അങ്ങനല്ല കാര്യം. കാരണം അവർ സ്യൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടീംസ് ആണെങ്കിൽ മരുന്ന് കുത്തിവെച്ചു. കാരണം അവർ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മരുന്നില്ലേ, അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാരും ചെന്നായ്ക്കളായി മാറിയിട്ടില്ല. പക്ഷേ ലൂസിയുടെയും അതുപോലെ തന്നെ മോളുടെയും കാര്യം അങ്ങനല്ല. ചന്ദ്രപ്രകാശം ദേഹത്ത് തട്ടിയാൽ അവര് ചെന്നായ്ക്കളായിട്ട് മാറും. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അന്നേരമായിരിക്കും വാതിലിനുള്ളിലൂടെ കൈയിട്ട് ഒരു ചെന്നായി അകത്തോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ ഇത് കണ്ടിട്ട് ലൂസി പേടിച്ചിട്ട് മോളെയും വിളിച്ചിട്ട് അകത്തോട്ട് ഓടാനായിട്ട് തുടങ്ങും, ഏതോ ഒരു റൂമിലോട്ട്. അപ്പൊ തന്നെ സീലിംഗ് പൊളിച്ചിട്ട് ഒരു ചെന്നായി അകത്ത് വന്ന് വീഴുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും കൂടെ പേടിച്ചിട്ട് ഒരു ഡെസ്കിന്റെ സൈഡിലായിട്ട് വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ആ കുഞ്ഞിന്റെ വായ ലൂസി അങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ട്. അതേ നേരം തന്നെ ആ റൂമിലോട്ട് ഒരു ചെന്നായി വന്ന് കയറുന്നുണ്ട്. പക്ഷെ ആ ചെന്നായിക്ക് അവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാലും ലൂസി മോള് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് അതിനെ കണ്ടിട്ട്. പെട്ടെന്നായിരിക്കും പുറത്തു നിന്ന് ഹോണടി ശബ്ദം കേൾക്കുന്നത്. ഏതോ കാറിൽ നിന്നാണ് കേൾക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ വെസ്ലിയാണ്. വെസ്ലി അവരെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഹോണടി ശബ്ദം കേട്ടിട്ട് കുറച്ചധികം ചെന്നായ്ക്കള് വെസ്ലിയുടെ മുമ്പിൽ അങ്ങനെ വന്ന് നിപ്പുണ്ട്. വെസ്ലിയുടെ കയ്യിൽ കാറുണ്ടല്ലോ. വെസ്ലി ഒന്നും ചിന്തിക്കത്തില്ല. കാറ് നല്ല വേഗത്തിൽ ചവിട്ടി വിടും. ഇതിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാ ചെന്നായ്ക്കളെയും ഇടിച്ചു തെറിപ്പിക്കുകയാണ്. പക്ഷെ ഒരു ചെന്നായ മാത്രം ദൂരോട്ട് ഓടി മാറിയിട്ട് ഈ കാറിന് മുകളിലോട്ട് ചാടി കയറുകയാണ്. അത് മറ്റാരുമല്ല, അയൽക്കാരൻ ചെന്നായാണ്. പക്ഷേ വെസ്ലി വെറുതെ വിടത്തില്ല. കാറ് വീണ്ടും വേഗത കൂട്ടിയിട്ട് അവിടെ തന്നെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, ഒരു വീട്ടിന്റെ ഷെഡ്. ആ വീട്ടിന്റെ ഷെഡിൽ ഇടിച്ചു കയറ്റി ആ ചെന്നായിനെ അവിടെ കൊണ്ടുവന്ന് ചേർത്ത് വെക്കുകയാണ്. അതിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതേ നേരം തന്നെ വീട്ടിനുള്ളിൽ കാണിക്കുമ്പോൾ ലൂസി മോളും കൂടെ അവിടെ പേടിച്ചിരിക്കുമല്ലായിരുന്നോ. നേരത്തെ ഹോണടി ശബ്ദം കേട്ടിട്ട് ആ ചെന്നായി അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൂസി മോളെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ട് ചെന്നായി അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്, വേറൊരു ചെന്നായ. ഇത് കണ്ടിട്ട് ലൂസി മോളെയും വിളിച്ചിട്ട് അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. മോൾ ഒരു അലമാരക്കകത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ച് നിർത്തുകയാണ്. എന്നിട്ട് ലൂസി ഓടി വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ തന്നെ ഒരു കത്തിയും കിട്ടിയിട്ടുണ്ട്. ആ കത്തിയും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരം ആ ചെന്നായ ഇവരെ തപ്പി അങ്ങനെ നടക്കുന്നുണ്ട്, ഇവരെ പിടിക്കാനായിട്ട് തന്നെ. എന്തായാലും ഇപ്പൊ മോള് പേടിച്ച് അലമാരയ്ക്കുള്ളിൽ ഇരിക്കുമല്ലേ. അവളുടെ കയ്യിൽ തന്നെ ഒരു പെപ്പർ സ്പ്രേ ഉണ്ട്. ഈ ഒരു കോലാഹലത്തിന്റെ ഇടയിൽ ലൂസി അവൾക്ക് എടുത്തു കൊടുത്തൊരു പെപ്പർ സ്പ്രേ ആണ്. എന്തായാലും പേടിച്ചിരിക്കുമ്പോൾ ആ അലമാര പൊളിച്ചിട്ട് ഒരു ചെന്നായ കുട്ടീനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആ ഒരു പെപ്പർ സ്പ്രേ എടുത്ത് ആ ഒരു ചെന്നായിയുടെ ദേഹത്തോട്ട് അടിക്കുകയാണ്. അതിന്റെ മുഖത്ത് തന്നെ അടിച്ചിട്ട് ആ കൊച്ചു പെൺകുട്ടി അവിടെ നിറങ്ങി ഓടുന്നുണ്ട്. നേരെ ഓടി ചെല്ലുന്നത് ലൂസിയുടെ അടുത്താണ്. ലൂസിയുടെ അടുത്ത് വേറൊരു ചെന്നായ ഉണ്ട്. ആ ചെന്നായ ലൂസിനെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ മോൾ എന്താ ചെയ്യുന്നത്, അവളുടെയിലുള്ള പെപ്പർ സ്പ്രേ എടുത്ത് ആ ഒരു ചെന്നായിക്ക് നേരെ അടിക്കുകയാണ്. ചെന്നായ കുഞ്ഞിനെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ലൂസി ഓടി വന്ന് ചെന്നായെ പിടിക്കുകയാണ്. പക്ഷെ ചെന്നായ ലൂസിനെ തട്ടി ദൂരോട്ട് തെറിപ്പിക്കുന്നുണ്ട്. ലൂസി ചെന്ന് മറിഞ്ഞു വീഴാണ്. പക്ഷെ ലൂസിക്ക് അവിടെ നിന്നൊരു കോടാലി കിട്ടുന്നുണ്ട്. വീട്ടിന്റെ ഒരു ഭാഗത്ത് കിടന്ന ഒരു കോടാലി, അതെടുത്ത് അവള് കയ്യിൽ പിടിക്കുന്നുണ്ട്. ഇപ്പൊ ലൂസി ആ ഒരു കോടാലി എടുത്തിട്ട് കുഞ്ഞിനെ ആക്രമിക്കാൻ നിൽക്കുന്ന ആ ചെന്നായിയുടെ പിറകു നോക്കി ഒറ്റ വെട്ടാണ്. ആ വെട്ടിൽ ചെന്നായി ചത്തുപോയിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്താൽ വീണ്ടും വിസ്ലിനെ കാണിക്കുമ്പോൾ അവൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ആ ചെന്നായിക്ക് ഇപ്പോഴും ബോധമില്ല. അവൻ നടന്ന് വീട്ടിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ആരുടെ വീട്ടിന്റെ അടുത്തോട്ട്, ലൂസിയുടെയും മോളുടെയും വീട്ടിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്തായാലും വിസ്ലി നടന്ന് വീട്ടിനുള്ളിൽ കയറുന്നുണ്ട്. വീട്ടിനുള്ളിൽ കയറി നോക്കുമ്പോൾ ലൂസിയും അതുപോലെ തന്നെ മോളും കൂടെ ചെന്നായി കൊന്നിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. വിസ്ലിക്ക് ഇത് കാണുമ്പോഴാണ് സമാധാനമാവുന്നത്. ആ കുട്ടീനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പൊ സമാധാനത്തിലാണ്. പക്ഷേ സമാധാനം അധികം നേരം നിന്നില്ല. കാരണം നേരത്തെ വെസ്ലി വണ്ടി വെച്ച് ഒരു ചെന്നായിനെ ഇടിച്ചില്ലായിരുന്നോ, ആ ഒരു അയൽക്കാരൻ ചെന്നായ. അതിപ്പോ ബോധത്തിലോട്ട് വന്നിട്ട് ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അകത്ത് വേറൊരു ചെന്നായ ഉണ്ട്. അതും ചത്തിട്ടില്ല. അതിന് വെട്ടുണ്ടെങ്കിലും അതും ചത്തിട്ടില്ല. ഇപ്പൊ വെസ്ലിക്ക് മനസ്സിലായി അവൻ എന്തേലും ചെയ്തില്ലെങ്കിൽ അവന്റെ കുടുംബത്തിന് പ്രശ്നമാവുമെന്ന്. അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ അടുത്ത് വിളിച്ചിട്ട് കുട്ടിയോട് പറയും, ഒരിക്കലും മോശം വഴിയിലൂടെ പോകാനായിട്ട് പാടില്ല. അച്ഛനെ പോലെ നല്ല രീതിയിൽ വളരണം. അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കണമെന്ന് പറഞ്ഞ് മോളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇത് കേൾക്കുന്ന ലൂസിക്ക് ഒരു കാര്യം മനസ്സിലാവും, വെസ്ലി പുറത്തോട്ട് ഇറങ്ങിപ്പോയി ഒരു ചെന്നായി ആയിട്ട് മാറാനായിട്ട് പോവാണെന്ന്. കാരണം അവന് ബാക്കിയുള്ള ചെന്നായിയെ നേരിടണം, ഇല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന് ആ ചെന്നായ്ക്കൾ കൊന്നുകളയും. ചെന്നായ ആയാൽ കുറച്ചു നേരത്തേക്ക് ബോധം കാണും, എന്നാൽ അധിക നേരമൊന്നും കാണത്തില്ല. ആ നേരം കൊണ്ട് അവൻ എല്ലാ ചെന്നായ്ക്കളെയും കൊല്ലാനായിട്ട് സാധിക്കും. എന്തായാലും വെസ്ലി പോണേ മുമ്പ് അവന്റെ വാച്ച് എടുത്ത് ലൂസിയുടെ കൊടുക്കുന്നുണ്ട്. കാരണം ഇനി ഏകദേശം 15 മിനിറ്റ് കൂടെ ഉള്ളൂ നേരം വെളുക്കാനായിട്ട്. അപ്പോൾ 15 മിനിറ്റിൽ അലാറം സെറ്റ് ചെയ്തിട്ടാണ് ലൂസിയുടെ വാച്ച് കൊടുക്കുന്നത്. എന്തായാലും ലൂസി അത് കയ്യിൽ കെട്ടുകയാണ്. ഇപ്പൊ അവൻ ലൂസിയോട് ഒരു അവസാന യാത്രയും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാണ്. അവൻ പുറത്തോട്ടിറങ്ങുന്ന നേരത്ത് ആ ഒരു ചെന്നായി അവിടെ നിപ്പോണ്ട്, അയൽക്കാരൻ ചെന്നായ. അതിനോട് അവൻ വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വെറുപ്പാണെന്ന്. അന്നേരമായിരിക്കും അവന്റെ മുഖത്ത്
മുഖത്തോട്ട് ആ ഒരു ചന്ദ്രപ്രകാശം അടിയുന്നത്. അതടിച്ചതും അവൻ പതിയെ പതിയെ ഒരു ചെന്നായി ആയിട്ട് മാറുകയാണ്. അവസാനം അവൻ വലിയൊരു ചെന്നായി ആയിട്ട് മാറുകയാണ്. പിന്നീട് എന്താ, അയൽക്കാരൻ ചെന്നായി ആയിട്ട് ചെന്ന് യുദ്ധം ചെയ്യും. ഇപ്പോ വെസ്ലിക്ക് ചെറിയ രീതിയിൽ ബോധമുണ്ട് അവൻ ചെന്നായി ആണെങ്കിലും. എന്തായാലും അയൽക്കാരനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവസാനം അയൽക്കാരന്റെ തല പറിച്ചെടുക്കുകയാണ്. അവിടെ വെച്ച് തന്നെ അയൽക്കാരനെ കൊന്നു കളയുന്നുണ്ട്. ഇതെല്ലാം ലൂസി ജനല് വഴി കാണുന്നുണ്ട് കേട്ടോ. അവൾക്ക് മനസ്സിലായി അടുത്തതായിട്ട് ഇവർ ആക്രമിക്കാൻ പോകുന്നത് വെസ്ലി ആയിട്ടുള്ള ചെന്നായി ആണെന്ന്. കാരണം അതിന്റെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്ന ലൂസി എത്രയും പെട്ടെന്ന് തന്നെ മോളെയും വിളിച്ച് ഒരു അലമാരയുടെ അടുത്ത് വരുന്നുണ്ട്. അവിടെ കൊണ്ടുവന്ന ആ കുട്ടീനെ അതിനുള്ളിൽ ഇരുത്തുകയാണ്. എന്നിട്ട് കുട്ടിയോട് പറയും, എന്ത് ശബ്ദം കേട്ടാലും പുറത്തോട്ടിറങ്ങാൻ പാടില്ല, രാവിലെ ആയതിനു ശേഷം മാത്രമേ പുറത്തോട്ടിറങ്ങാൻ പാടുള്ളൂ എന്ന്. പിന്നീട് ലൂസി കുട്ടീനെയൊക്കെ അവിടെ ഇരുത്തിയതിനു ശേഷം അവളുടെ തോക്കും എടുത്തിട്ട് പുറത്തു വന്ന് നിൽക്കുകയാണ്. തോക്കിൽ ബുള്ളറ്റ് കുറവാണ്, ഇനി 1-2 ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ നിൽക്കുന്ന നേരത്ത് പുറത്തൂടെ വെസ്ലി അങ്ങനെ നടപ്പുണ്ട്. അവനിപ്പോ ഒരു ചെന്നായി ആണല്ലോ. അവൻ അകത്തോട്ട് തള്ളി കയറാനായിട്ട് ശ്രമിക്കുകയാണ്. എങ്ങനെയൊക്കെ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ട് അവൻ അകത്തോട്ട് കയറും. ഇത് കാണുന്ന ലൂസി അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ നിന്റെ ചേട്ടത്തിയാണ്, നിനക്ക് നിന്റെ ചേട്ടനെ ഓർമ്മയില്ലേ, നിന്റെ ചേട്ടന്റെ മോളെ ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ഫ്രെയിം എടുത്ത് കാണിക്കുന്നുണ്ട്, ഒരു ഫാമിലി ഫോട്ടോ. എന്നാൽ ഈ ചെന്നായിക്ക് എന്ത് മനസ്സിലാവുകയാണ്, അത് ലൂസിനെ നോക്കി അലറാനായിട്ട് തുടങ്ങും. ഇത് കണ്ട് പേടിച്ചിട്ട് ലൂസി താഴെ മറിഞ്ഞു വീഴുകയാണ്. അന്നേരമായിരിക്കും ഈ ഒരു ചെന്നായി അവളെ ആക്രമിക്കാനായിട്ട് വരുന്നത്. പക്ഷേ അവളുടെ കയ്യിലുള്ള വാച്ച് അലാം അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് 15 മിനിറ്റ് കഴിഞ്ഞു, അതിനർത്ഥം സൂര്യൻ ഉദിച്ചു. ഇത് മനസ്സിലാക്കുന്ന ലൂസി ഈ ഒരു ചെന്നായിനെ ഷൂട്ട് ചെയ്യുന്നില്ല. പകരം അവിടെ ജനലൊക്കെ പലകയ്ക്ക് മറച്ചിട്ടില്ലേ, അതായത് കുറെ തടിയൊക്കെ പറക്കി വെച്ച് മറച്ചിട്ടില്ലേ, അതിന് നേരെ ഷൂട്ട് ചെയ്യും. അതിന് നേരെ ഷൂട്ട് ചെയ്തതും ആ ഒരു പലകയെല്ലാം പൊട്ടിപ്പോയിട്ട് അകത്തോട്ട് സൂര്യപ്രകാശം വരികയാണ്. ആ സൂര്യപ്രകാശം ഈ ചെന്നായിയുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. പിന്നീട് ആ ചെന്നായ നമ്മുടെ വെസ്ലി ആയിട്ട് സാധാ ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. വെസ്ലിക്ക് എന്താ സംഭവം എന്ന് കറക്റ്റ് മനസ്സിലായില്ല, ചെറുതായിട്ട് ബോധം വരുന്നതേ ഉള്ളൂ. എന്തായാലും അവൻ പോലും വിചാരിച്ചില്ല അവനൊരു ചെന്നായി ആയതിനു ശേഷം അവന്റെ കുടുംബത്തിനെ ആക്രമിക്കുമെന്ന്. ഇപ്പോ അവൻ താഴെ കിടക്കുന്ന ലൂസിനെ പിടിച്ചെണീപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി രാവിലെയായി, അതുകൊണ്ട് തന്നെ ഇനി ചെന്നായ്ക്കളൊന്നും പുറത്തിറങ്ങി നടക്കത്തില്ല, അല്ലെങ്കിൽ ആയ ചെന്നായ്ക്കളെല്ലാം സാധാ മനുഷ്യരായിട്ട് മാറും. ആകെ ചന്ദ്രപ്രകാശത്തിൽ മാത്രമേ അതിനൊക്കെ, അതായത് ഫുൾ മൂൺ ആവുന്ന സമയത്ത് മാത്രമേ അതിനൊക്കെ ചെന്നായി ആയിട്ട് മാറാനായിട്ട് പറ്റൂ. എന്തായാലും ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത വർഷം ഇത് കണക്കൊരു പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.